നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ്. അഭിഷേക് ഷെനോയ് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി. കാരണം ഒരു വർഷത്തിന് ശേഷമാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ല ഇത്. കാരണം കുറെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കുറെ വീഡിയോസ് വരുമെന്ന്, ബട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ സോറി പറഞ്ഞാൽ തീരില്ല. എന്നാലും അതിന് പകരം ഞാൻ നല്ല നല്ല കണ്ടന്റ്സ് ഇനി മുതൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു ആകെ ഒറ്റൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന്റെ മെയിൻ ചാനലാണ് അഭിഷേക് ഷെനോയ്. ഇത് അഭിഷേക് ഷെനോയ് വ്ളോഗ്സ് ആണ്. എന്നാൽ എനിക്ക് മെയിൻ ചാനലുണ്ട്, ഇംഗ്ലീഷ് ഹിന്ദി ചാനൽ. അത് അഭിഷേക് ഷെനോയ് എന്നാണ്. അതിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. അതിന് ഞാൻ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒറ്റൊരു വീഡിയോ എന്ന് തോന്നുന്നു എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കെരാറ്റിൻ ട്രീറ്റ്മെന്റിനെ കുറിച്ച് വീഡിയോ വേണം അല്ലെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ക്ലിക്ക് ചെയ്തോളൂ, കാണൂ. അത് ഇംഗ്ലീഷിലാണ് ആ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കെരാറ്റിൻ എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ബ്രാൻഡാണ് യൂസ് ചെയ്തത് എല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചെല്ലു, മെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, തിരിച്ചു വരൂ, എന്നിട്ട് ഈ വീഡിയോ കാണും. ഓക്കെ, അപ്പോ ഒരു വർഷമായിട്ട് ഞാൻ ഫോണിൽ എപ്പോഴും നോട്ടിഫിക്കേഷൻ വരും. കാരണം നിങ്ങൾ കമന്റ് അടിക്കുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ കുറെ കമന്റ്സ് വന്നിരുന്നു, ബ്രോ എന്താണ് വീഡിയോ ചെയ്യൽ നിർത്തിയേക്കുന്നത്, കണ്ടിന്യൂ ചെയ്യൂ, ഇനിയും വീഡിയോ ഇടൂ, സൂപ്പർ വീഡിയോ ആണ്, ഇനി ഇതുപോലുള്ള വീഡിയോ കുറെ വേണം, ഇങ്ങനത്തെ വീഡിയോ വേണം, അങ്ങനത്തെ വീഡിയോ വേണം, കുറെ സജഷൻസ് ഒക്കെ വന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം നിങ്ങൾ ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഞാൻ അതിനുവേണ്ടി ആ പ്രതീക്ഷയുടെ ഡെലിവറി ഞാൻ കൊടുക്കുന്നില്ല. ഐ എം നോട്ട് ഡെലിവറിങ് വാട്ട് യു വാണ്ട്. സോ കുറെ വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ 2020 ഫെബ്രുവരി ആയി. സോ ലാസ്റ്റ് വീഡിയോ ആയിട്ടത് 2018 ഒക്ടോബർ സംതിങ്, ഓഗസ്റ്റ് ഒക്ടോബർ ആ സമയത്തായിട്ടത്. സോ 1.5 വർഷമായി വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഇനി മുതൽ ഞാൻ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മീ. എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നുണ്ട്, ബട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. എന്നാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, മാക്സിമം ഞാൻ വീഡിയോ ഉണ്ടാക്കും. സോ ഞാൻ എവിടെ നിർത്തിയോ അവിടെ വെച്ച് തുടങ്ങാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ, സോ ഹെയർ സ്റ്റൈലിൽ നിന്ന് തുടങ്ങണം തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇട്ട സെയിം ടീഷർട്ടാണ് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ കണ്ടിന്യൂവേഷൻ. നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സെയിം ഇട്ടത്. ഐ നോ ഇറ്റ് ഡസന്റ് മേക്ക് എനി ലോജിക്. സെയിം ടീഷർട്ട് ഇട്ടത് ഒരു ലോജിക് ഉണ്ടാക്കുന്നില്ല എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ എന്താ പറയാ, ജസ്റ്റ് ഒരു നൊസ്റ്റാൾജിയാണ് അറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ആണ് ഹൈ വോളിയമൈസ്ഡ് ക്വിഫ് ആണ് ഇന്നത്തെ വീഡിയോ. ഹെയർ സ്റ്റൈൽ ആണത്. ബേസിക്കലി അത് കുറച്ചൊരു ടഫ് ഹെയർ സ്റ്റൈൽ ആണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത് കുറച്ച് കൂടുതലാണെങ്കിൽ അത് ഇത്തിരി ടഫാണ്. കാരണം ക്വിഫ് എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ടുണ്ടാവുന്ന ഹെയർ സ്റ്റൈലാണ്. സാധാരണ നിൽക്കുന്ന സ്ലീക്ക് ബാക്ക് അല്ലെങ്കിൽ പോംപഡോ പോലെയല്ല, കുറച്ച് ഹൈ ലെവലിൽ പൊങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ്. സോ ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആണ്. എസ്പെഷ്യലി എന്താ പറയാ, ഇത് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നുന്നു ലൈക്ക് ഹി ഈസ് വെരി സീരിയസ് അബൌട്ട് ഹെയർ സ്റ്റൈൽസ് എന്ന് ആൾക്കാർക്ക് തോന്നും. കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ഇത്തിരി വർക്കുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. സോ ഇതിനു വേണ്ടി നിങ്ങൾക്ക് മെയിൻ, ബട്ട് ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ ഗൈസ്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, കാരണം ഒരു വർഷത്തെ ബ്രേക്കിലുണ്ട്, കുറെ പേര് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഗൈസ് ഇനി മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലും, മെയിൻ ചാനൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് വരും. സോ ഈ ചാനൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. താഴെ പോവുക, പോസ് ചെയ്യുക, താഴെ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നമുക്ക്, എന്നിട്ട് തിരിച്ചു വരിക. സോ ഹൈ വോളിയമൈസ്ഡ് ക്വിഫ്. സോ സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ചാൽ എന്റെ ലെങ്ത് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഞാനിപ്പോ വൈദ്യുതി ഞാൻ ഇപ്പൊ ഷവറിൽ നിന്ന് പുറത്ത് വന്നേ ഉള്ളൂ. കുറച്ച് നേരം സംസാരിക്കാൻ വിട്ടുകൊണ്ട് കുറച്ച് ഉണങ്ങിപ്പോയി മുടി, ചെറുതായിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ്. സോ എന്റെ ഇത്രയും ലെങ്ത്, ചുണ്ടിന് താഴെ വരെ എന്റെ ഫ്രണ്ടിലുള്ള ഹെയറിന് ലെങ്ത് ഉണ്ട്. സോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തി ഹെയർ ഇത്രയും ലെങ്ത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല ഈ ക്വിഫ് ഹെയർ സ്റ്റൈലിന്. നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ലെങ്ത് ആണ്, ഒരു ഇത്രയും ഇവിടെ തൊട്ട് ഇത്രയുള്ള ഒരു ലെങ്ത് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. വളരെ ലെങ്ത് കൂടുതലാണെങ്കിൽ മെയിൻ കാരണം വെച്ചാൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ചെയ്യാൻ വേണ്ടി, കുറച്ച് എഫേർട്ട് ഉള്ളതാണ്. ലെങ്ത് കൂടുതലും നല്ല എഫേർട്ട് എടുക്കും ചെയ്യാൻ വേണ്ടി. സോ ആൻഡ് ദി അതർ തിങ് ഇസ് ദാറ്റ് എന്താ പറയുക, കുറച്ച് കൂടുതൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. കുറച്ച് എമൗണ്ട്, കൂടുതൽ പ്രൊഡക്ട്സ് അല്ല, കൂടുതൽ എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും എത്ര ലെങ്ത് ഉള്ളതുകൊണ്ട്. സോ കുറച്ചും കൂടി ഷോർട്ട് ലെങ്ത് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഷോർട്ട് ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സോ സൈഡ്സ് നോക്കുകയാണെങ്കിൽ എന്റെ വളരെ ട്രിംഡ് ആണ്, ചെറിയ സൈഡ്സ് ആണ്, ഇതിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ടോപ്പ് പോർഷൻ ആണ് ഏകദേശം ഇത്രയും ഉണ്ട്, ഭയങ്കര ലെങ്തി ടോപ്പാണ്. ഇത്രയും ഞാൻ പ്രിഫർ ചെയ്യില്ല. എന്നാൽ ഇപ്പൊ തൽക്കാലം നമുക്കൊരു ചാലഞ്ച് ആയിട്ട് എടുക്കാം. എന്തായാലും ഞാൻ തിരിച്ചു വന്നേക്കാണല്ലോ, ഒരു വർഷമായിട്ട് ഞാൻ ചെയ്തില്ലല്ലോ. അപ്പൊ ചെറിയ പണിഷ്മെന്റ് ആയിക്കോട്ടെ എനിക്ക്. ഇത്ര ലെങ്തി ഹെയർ വെച്ച് ഹൈ വോളിയമൈസ്ഡ് ക്വിഫ് ഹെയർ സ്റ്റൈൽ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നു. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ മാക്സിമം എഫേർട്ട് ചെയ്യാം. കാരണം ലെങ്ത് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കും ഈ ഹെയർ സ്റ്റൈലിന്. സോ ഇത് ഭയങ്കര അട്രാക്റ്റീവ് ഹെയർ സ്റ്റൈലാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ടിങ് ഒബ്വിയസ്ലി
പോവാ, കുളിക്കുക, ഷാമ്പൂ ഹെയർ വരിക, തിരിച്ച് ഡാം ഹെയർ ആയിരിക്കും. വേണമെങ്കിൽ ടവൽ ഡ്രൈ ചെയ്യാം. ഞാൻ ഇത്തിരി ടവൽ ഡ്രൈ ചെയ്തു കാരണം സംസാരിക്കാനുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫാനിൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ടോ ഞാൻ ഫാൻ്റെ അടിയിൽ. സോ സ്റ്റാർട്ടിങ് ഓഫ് കോഴ്സ് നമുക്കിതിൽ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ടും അതുപോലെ ഹൈ ക്വിഫ് ആയതുകൊണ്ടും നമുക്ക് ബ്ലോ ഡ്രൈങ് കുറച്ച് ഇന്റൻസ് ആയിട്ട് ചെയ്യേണ്ടി വരും. സോ അതിനുവേണ്ടി ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ ഏത് ബ്രാൻഡാണ് എന്ത് ഓക്കെ. സോ ഗൈസ് ഐ എം റിയലി സോറി. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കായിരുന്നു. ബട്ട് ഗൈസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഒബ്വിയസ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. സോ എന്തായാലും ഇനി മുതൽ ഞാൻ ഏതൊക്കെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ ഉണ്ടാവില്ല, എന്നാലും ഞാൻ കാരണം വേറെ കുറച്ച് വീഡിയോസ് ലൈൻഡ് അപ്പ് ആണ്. അപ്പോ ഡെഫിനറ്റ്ലി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം. എന്തായാലും ഞാനിപ്പോ ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നും ഇപ്പൊ തൽക്കാലം ചെയ്യുന്നില്ല, എന്നാലും റീസെന്റ് ഇൻ നിയർ ഫ്യൂച്ചർ ഞാൻ വീഡിയോ ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്യണം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് അല്ല യൂസ് ചെയ്തത്, സെറമാണ് യൂസ് ചെയ്തത്. ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് അല്ലെങ്കിൽ സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഇതിൽ ഞാൻ എസ്പെഷ്യലി ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹൈ ഇന്റൻസിറ്റി നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റില്ല. കുറെ ബ്ലോ ഡ്രൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഹെയറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് തന്നെ യൂസ് ചെയ്യണം, സെറത്തിലേക്ക് പോകരുത്. അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ബ്ലോ ഡ്രൈങ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, സെറം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ എനിക്ക് ആക്ച്വലി ക്യാമറ കുറെ ഡിസ്റ്റൻസിലാണുള്ളത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് കാണുന്നില്ല, ഒരു മിററും ഇല്ല ഇവിടെ. അപ്പൊ ഇത്തിരി ഒന്നും കൂടെ ഡിഫിക്കൽട്ടി കൂടി. ബട്ട് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഓബ്വിയസ്ലി ബ്ലോ ഡ്രൈ. ഇതിൽ ബ്ലോ ഡ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾക്ക് റൗണ്ട് കോമിന്റെ ആവശ്യമുണ്ട്, പിന്നെ ഒരു ബ്ലോ ഡ്രൈയറിന്റെ ആവശ്യമുണ്ട്. സോ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമ്മളെ ഞാൻ ചിലപ്പോൾ ചേഞ്ച് ആയിട്ട് ചെയ്യുന്നത് കാരണം എക്സ്റ്റൻഷൻ ഇതുവരെ എത്തുന്നില്ല. സോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെയർ ഇങ്ങനെ എന്താ പറയുക കോമ്പ് ഇങ്ങനെ കുത്തുക, ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. കുറച്ച് ലെങ്ത് കൂടുതലുള്ള ഇത്തിരി ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് ചെറിയ ലെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. സോ ഇതിങ്ങനെ ഈ ആക്ഷൻ ഈ ഡയറക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. കുത്തുക, ഇങ്ങനെ പയ്യെ ഇങ്ങനെ എടുത്ത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ പൊക്കത്തേക്ക് ഇങ്ങനെ ചുരുട്ടുക. ഇതാണ് നമ്മുടെ ബ്ലോ ഡ്രൈയിങ്ങിന്റെ മെയിൻ ആക്ഷൻ. സോ ഞാൻ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ ഹെയർ സ്റ്റൈൽ ഇപ്പൊ തൽക്കാലം ചെയ്യുന്നത്. കാരണം എന്റെ ഹെയറിന്റെ കട്ടിങ് ആ രൂപത്തിലായിരുന്നു ഞാൻ ചെയ്തത്. കാരണം ഈ ഭാഗത്ത് ഇത്തിരി കൂടുതലുണ്ട്. സോ അത്രയും ലെങ്ത്തിലേക്ക് ഞാൻ അത്രയും ലെങ്ത് ഉള്ള ഭാഗം ഞാൻ ബെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ബ്ലോ ഡ്രൈയിങ്. സോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും, കാരണം കുറെ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും. ഞാൻ സോ ഗൈസ് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് അതിങ്ങനെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ സൈഡിൽ നിങ്ങൾക്ക് വിസിബിളി കാണാം, ഈ സൈഡ് ഇത്തിരി പൊങ്ങിയാണ് നിൽക്കുന്നത്, ഈ സൈഡ് ഇത്തിരി സ്ലീക്ക് ആണ്, എന്നാൽ സൈഡിലൊന്നും മുടിയുമില്ല നമുക്ക്. സോ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് കഴിഞ്ഞു. ബട്ട് ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പാണ് ഹെയർ വാക്സ്. ഞാനിതിൽ ഒരു വാക്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓഫ്കോഴ്സ് ഏത് പ്രോഡക്റ്റ് ആണ് ഞാൻ പിന്നീട് ചെയ്യാൻ വീഡിയോ. സോ ഇത്രയും ഹെയർ വാക്സ് എടുക്കുക, ഓബ്വിയസ്ലി സാധാരണ ചെയ്യുന്ന പോലെ ശരിക്കും റബ്ബ് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിൽ ഏത് സൈഡിലാണോ നിങ്ങൾക്ക് ഹൈറ്റ് വേണ്ട ആ സൈഡിലേക്ക് പയ്യെ ഫസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഏത് സൈഡിലാണോ നമുക്ക് താഴ്ച വേണ്ട അവിടെ സ്ലീവ് ബാക്ക് പോലെ വെക്കാം, കുറച്ച് ബാക്കിലേക്ക്, അതായത് ഈ മൂമെന്റിലേക്ക് അങ്ങ് ഒട്ടിച്ചു വെക്കാം സൈഡില്. ഇത് ആക്ച്വലി വാക്സ് ഉണ്ട് കയ്യിൽ, മറക്കരുത്, വെറുതെ കൈ ചെയ്തിട്ട് കാര്യമില്ല. സോ ഈ ഭാഗത്ത് നമുക്ക് ഇത്തിരി പൊക്കാം. എന്നിട്ട് ഈ സൈഡിലേക്ക് എനിക്ക് ശരിക്കും കാണുന്നില്ല, സ്ക്രീൻ ഭയങ്കര ദൂരെയുണ്ട്, എനിക്ക് കാണുന്നില്ല, എന്നാലും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. മിറർ വെക്കണം. സോ ഓക്കെ, കുറച്ച് ബാക്കിൽ എനിക്ക് ഹെയർ ഉണ്ട്, അപ്പൊ ഞാൻ അവിടെയും പെർഫെക്റ്റ് ആയിട്ട് വാക്സ് തേച്ച് സെറ്റ് ചെയ്യുന്നു. സോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ. സോ ഗൈസ് നമുക്ക് ഓൾമോസ്റ്റ് ക്വിഫ് ഷേപ്പിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ കിട്ടിക്കഴിഞ്ഞു. സോ യെസ്, ബാക്കിൽ മാക്സിമം നമ്മൾ എന്താ പറയാ സ്കാൽപ്പിന് ഒട്ടിച്ച് ഇങ്ങനെ ഹെയർ വെക്കുക, അപ്പോൾ നല്ലൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്. സോ ഗൈസ് നിങ്ങളുടെ ഫേസ് ശരിക്കൊരു കുറച്ച് സ്ട്രെയിറ്റ് ആയ ഫേസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത്, കാരണം ഭയങ്കര ഒരു ലെങ്ത് ആണ്. കാരണം മുടിയോ ഇത്ര പൊങ്ങി നിൽക്കുന്നു, മുഖത്ത് ഇത്രയും
ലെങ്ത് ഉള്ള ഫേസ് ആണെങ്കിൽ ചെയ്ത്, ഒരു റൗണ്ട് ഫേസ് അല്ലെങ്കിൽ ഒരു ഓവൽ ഫേസ് ഉള്ള ആൾക്ക് ഇത് ചെയ്യാം, ഇത് ബെറ്റർ ആയിരിക്കും. സോ ഏത് ടൈപ്പ് ഫേസ് ഉള്ള ആൾക്ക് ഈ ഹെയർ സ്റ്റൈൽ ചേരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ മറുപടി കിട്ടി. So guys, there you go. Hi Quiff. Okay. So guys, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഹൈ ക്വിഫ് ഇത് അടിപൊളിയായിട്ട് കിട്ടിക്കഴിഞ്ഞു. അടുത്തേക്ക് ഒന്ന് നോക്കട്ടെ. യെസ്, പെർഫെക്റ്റ്. ഓക്കെ, ലെങ്ത് ഇത്രേ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും we pulled it off and yeah, perfect. High quiff guys, high volumized quiff. Okay, so guys, നിങ്ങൾക്ക് എല്ലാവർക്കും കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ട്, ജോണി ബ്രാവോ എന്ന് പറഞ്ഞ കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ട്. ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടേക്കാം. പുള്ളിക്കാരന്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടുണ്ടോ? അത് ഹൈ ക്വിഫ് ടൈപ്പ് ഹെയർ സ്റ്റൈലാണ്. അത് പക്ഷേ എക്സ്ട്രീം ഹൈ ക്വിഫ് ആണ്. കാരണം ഓബ്വിയസ്ലി അതൊരു കാർട്ടൂൺ ക്യാരക്ടർ ആണ്, അത് റിയൽ ഹെയർ അല്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് എങ്ങനെയാണെങ്കിലും വെക്കാലോ. ബട്ട് ഓൺ റിയൽ ലൈഫിൽ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ബട്ട് എക്സ്ട്രീം ആയിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. എനിക്കും അത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ എക്സ്ട്രീം ആയിട്ട് അതിന് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് റെക്കമെൻഡും ചെയ്യില്ല. കാരണം ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ ഹെയറിന്റെ ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ലോഞ്ചിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താ പറയുക, കുറച്ചു കാലം നല്ല അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് പിന്നെ കഷണ്ടി ആവുക, അല്ലെങ്കിൽ ഗ്രേ ഹെയറിങ് ആവുക, അല്ലെങ്കിൽ ഹെയർ ലോസ് ആവുക, ഇതിനൊന്നും വെറുതെ എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? ചെറിയ രീതിയിൽ റിസ്ക് എടുക്കണം, എന്നാൽ എന്താ പറയാ, മണ്ടത്തരം ചെയ്യരുത് നമ്മൾ. സോ ജോണി ബ്രാവോ എപ്പോഴും ഒരു ഗ്ലാസ് വെയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഗ്ലാസ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, സീ, അടിപൊളിയല്ലേ? എനിക്ക് ചിരി വരുന്നത് ആക്ച്വലി അടിപൊളിയല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയാ. യൂട്യൂബർ എന്നല്ല അങ്ങനെ ചോദിക്കണം, ബട്ട് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല ആർക്കെങ്കിലും അടിപൊളിയല്ലേ എന്ന്. ബട്ട് ആസ് എ യൂട്യൂബർ ഐ ഹാവ് ടു ആസ്ക് യു ദാറ്റ് കൊള്ളാവോ, അടിപൊളിയല്ലേ? സോ ഇതാണ് ഇതിന്റെ സ്റ്റൈൽ. സോ ഐ മീൻ സൈഡ് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ഇൻ എ സ്ലോ മോഷൻ, maybe in a normal mode. Till my shadow turns to sun rays, and on we'll go, through the wastelands, through the highways, and on we'll go. So guys, അത്രേ ഉള്ളൂ. That's pretty much it ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി. ഹൈ വോളിമൈസ് ക്വിഫ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഹെയർ സ്റ്റൈൽ. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഗൈസ്, പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇനിയും കുറെ ഹെയർ സ്റ്റൈൽ എന്താ പറയുക, ഗ്രൂമിംഗ് വീഡിയോസ്, ഫാഷൻ വീഡിയോസ്, ഫിറ്റ്നസ് വീഡിയോസ്, എവറിത്തിങ് ഈസ് കമ്മിങ് അപ്പ്. കുറെ വീഡിയോസ് ഞാൻ എന്റെ മെയിൻ ചാനൽ അഭിഷേക് ഷെനോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പോയി ചെക്ക്ഔട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ ചാനലിൽ അധികം വീഡിയോസിലേക്ക് ഡെഫിനറ്റ്ലി വരും. കുറെ വീഡിയോസിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി, എന്താ പറയുക, യൂസ്ഫുൾ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾ ഷെയർ ചെയ്യുക. ഓബ്വിയസ്ലി അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് മലയാളം ചാനൽ. സോ അടുത്ത പ്രാവശ്യം തിരിച്ചു വരുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് ഒപ്പിട്ട് പുറത്തു പോകുന്നു. Signing out.